ഇരട്ട കൊലപാതകം നടത്തിയെന്ന വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ഇരിട്ടിയിലേക്കും പാലക്കാട്ടേക്കും പോലീസ് വ്യാപിപ്പിച്ചു. മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നം ഉണ്ടാകാമെന്ന സഹോദരൻ്റെ വെളിപ്പെടുത്തലും അന്വേഷിക്കും. അന്വേഷണത്തിനായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ 7 അംഗ ക്രൈം സ്ക്വാഡിനെ രൂപീകരിച്ചു കഴിഞ്ഞു. കാരണം ഇയാൾ ആദ്യം പറഞ്ഞു ഞാൻ ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പിന്നീട് വീണ്ടും പറഞ്ഞു ഞാൻ ഒരാളെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കോർ 2 ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഷഹദ് റഹ്മാൻ, ഗുഡ് മോർണിംഗ്, പറയൂ. സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് നിലവിൽ 2 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. ഈ വിഷയത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കുടുങ്ങിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്ന സമയത്ത് അതായത് പ്രതികളിലേക്ക് എത്താൻ പോലീസ് ഏറെ പണിപ്പെടാറുണ്ട്. കാരണം പലതരത്തിലുള്ള അന്വേഷണം നടത്തിയാണ് ഇത്തരത്തിൽ പ്രതികളിലേക്ക് എത്താറുള്ളത്. എന്നാൽ ഈ കേസിൽ മറിച്ചാണ്. അതായത് പ്രതി മുൻപിലുണ്ട്, എന്നാൽ മരിച്ചത് ആരാണെന്നോ എങ്ങനെയാണ് മരിച്ചതെന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഒരാളെ കൊന്നു എന്നായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലെങ്കിൽ പിന്നീട് അത് 2 എന്നുള്ളതായി. അപ്പോൾ ഈ 2 കൊലപാതകങ്ങളും നടന്നത് ആരെയാണ് അല്ലെങ്കിൽ ആരെയാണ് കൊന്നത് എന്നത് സംബന്ധിച്ച ഇതുവരെ ഒരു വ്യക്തതയുമില്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുഴക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ തിരുവമ്പാടിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ മരിച്ചത് ആരാണ് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്താനായി ഇപ്പോൾ കണ്ണൂർ ഇരിട്ടിയിലേക്കും അതുപോലെ തന്നെ പാലക്കാട്ടേക്കുമാണ് തിരുവമ്പാടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ മരണം നടന്ന് ഒരു 3ാമത്തെ ദിവസം കണ്ണൂർ ഇരിട്ടി ഭാഗത്തു നിന്നും ഒരു 4 അംഗ സംഘം ഈ തിരുവമ്പാടിയിലെത്തുകയും ഇത് തങ്ങളുടെ മകനാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെ ഈ പണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന വീട്ടുടമയുടെ മകൻ ഇന്നലെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഇരിട്ടിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. എന്നാൽ നാട്ടുകാർ ചിലർ പറയുന്നത് ആ കാലങ്ങളിൽ അതായത് 39 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഈ മേഖലയിൽ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത് പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ മിസ്സിങ്ങോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മരണപ്പെട്ടു എന്ന വീട്ടുകാർ ബോധ്യപ്പെടുന്ന ഏതെങ്കിലും കേസുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തി വരികയാണ്. അതിനാണ് 7 അംഗ ക്രൈം സ്ക്വാഡിനെ ഇപ്പോൾ സിറ്റി കമ്മീഷണർ രൂപീകരിച്ചിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് വെള്ളയിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളയിൽ കേസിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് അതായത് മരണം നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ച പോലീസിന് ഒരു കുറെ കൂടി വ്യക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ മറ്റ് കേസിൽ നിന്ന് വ്യത്യസ്തമായി അതായത് തിരുവമ്പാടി കേസിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിൽ ഒരു കൂട്ടുപ്രതിയുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് മുഹമ്മദ് അലി നടത്തിയിട്ടുള്ളത്. കഞ്ചാവ് ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അയാൾ എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം നടത്തേണ്ടത്. പോലീസിനെ സംബന്ധിച്ച് ആകെ പോലീസിന്റെ മുൻപിലുള്ളത് പണ്ട് അതായത് ഈ 39 വർഷങ്ങൾക്ക് മുൻപ് പത്രത്തിൽ വന്ന ഒരു കട്ടിങ്സ്, മലയാള മനോരമ പത്രത്തിൽ വന്ന ചെറിയൊരു വാർത്താക്കുറിപ്പ് മാത്രമാണ് പോലീസിന്റെ കൈവശമുള്ളത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച മെഡിക്കൽ കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്ര അന്വേഷണം പോലീസ് നടത്തുകയാണ്. വീണ്ടും ഈ മുഹമ്മദ് അലിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ഓക്കെ, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. മാനസാന്തരം വന്നിട്ട് വിളിച്ചു പറഞ്ഞതാണോ എന്നറിയില്ല, അതോ ഇനി മാനസിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണോ? എന്തായാലും പോലീസ് അന്വേഷണം കാര്യമായി നടക്കട്ടെ. 2 പേരെ താൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരാൾ പറയുമ്പോൾ അതങ്ങ് വെറുതെ വിടാൻ കഴിയില്ലല്ലോ.